പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഒരു ലേഡി കോൺസ്റ്റബിളിനെയാണ് അകത്തേക്ക് കയറിയെന്ന് കണ്ടത്. എന്തോ എഴുതിക്കൊണ്ടിരുന്നവർ അവരെ കണ്ടവൻ ചോദ്യത്തോടെ നോക്കി. രണ്ടുപേരും ചുറ്റുമോ നോക്കി. പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. അർഷിൻ സാറിനെ കാണാൻ അഞ്ജന തന്നെയാണ് പറഞ്ഞു. ഇരിക്ക്, എന്താ കാര്യം? പരാതിയാണോ? അവരുടെ മട്ടും ഭാവമെല്ലാം ഒന്ന് വിലയിരുത്തി ചെറുവും ചിരിയോടെ അവർ ചോദിച്ചു. പരാതിയൊന്നുമില്ല, സാറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളറിയാം, പരിചയമുണ്ട് സാറിന്. ഒന്നും മിണ്ടാ നിൽക്കുന്ന വേണിയെ നോക്കിക്കൊണ്ട് അഞ്ജന പറഞ്ഞു. ആഹാ, സാറിന്റെ പരിചയക്കാരായിരുന്നോ? അകത്ത് വേറെ കൂട്ടരുണ്ട്, അവരിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കയറാം. രണ്ടാളത്തെ അവിടെ ചെന്നിരുന്നോ? ഹർഷനെ അറിയുന്നവരാണെന്നറിഞ്ഞു അവർ കൂടുതൽ സൗഹൃദഭാവത്തോടെ പറഞ്ഞു. രണ്ടാളും അവർക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അപ്പുറത്ത് തന്നെയുള്ളൊരു ബെഞ്ചിലേക്ക് ഇരുന്നു. ആ ലേഡി ഓഫീസറുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ വേണിയുടെ ടെൻഷനും പേടിയൊന്നും കുറഞ്ഞിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ എസ്ഐയുടെ ക്യാബിൻ കാണാം. അവിടെ ഇരുന്ന ശേഷമാണ് രണ്ടാളും അതിനകം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത്. എസ്ഐയുടെ ക്യാബിനിൽ നിന്ന് മാറി 3-4 പേർ നിൽക്കുന്നത് കാണാം. അകത്തുള്ളവരുടെ കൂടെ വന്നവരാണെന്ന് തോന്നി. അവിടെ നിൽപ്പ് കണ്ടപ്പോൾ വേണിക്ക് ഗ്ലാസ് ഡോറിനിലൂടെ അവളൊന്ന് പാളി നോക്കി. ചുമരിന്റെ ഒരു ഭാഗമല്ലാതെ ഒന്നും കാണുന്നില്ല. ഇത്ര പോലീസുകാരേ ഉള്ളൂ? അഞ്ജന ചെവിയോട് ചേർന്ന് ചോദിക്കുന്ന കേട്ടപ്പോൾ വേണിയും അതാണ് ശ്രദ്ധിച്ച്. ചിലപ്പോൾ അകത്തെങ്ങാനും കാണും, അല്ലെങ്കിൽ ഔട്ട്ഡോർ വർക്കായിരിക്കും, വേണി പറഞ്ഞു. ക്യാബിനുള്ളിൽ നിന്ന് ഷൗട്ട് ചെയ്യുന്ന കേട്ടപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. ആ കോൺസ്റ്റബിൾ എണീറ്റ് ക്യാബിനുള്ളിലേക്ക് കയറാനായി ഡോർ തുറന്നും കേട്ട ഹർഷന്റെ ഉച്ചയുയർത്തി രോഷത്തോടെയുള്ള സംസാരം കേട്ടതും വേണിയും അഞ്ജനയും പരസ്പരം കണ്ണുമിഴിച്ച് നോക്കി. പൊടുന്നതിനെ തന്നെ അതിനുള്ളിൽ നിന്ന് 3-4 പേരടങ്ങുന്ന സംഘം ഒച്ചപ്പാടോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അതോടകത്തുനിന്നും പുറത്തുനിന്നെല്ലാം ബാക്കിയുള്ള 5 പോലീസുകാർ കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെക്കുന്നവരെ അവരാർക്കും തടുക്കാൻ കഴിയാത്തതുകൊണ്ടോ എന്തോ ഹർഷൻ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടെ കിടന്നിനിയും തൊള്ളവർന്ന പുന്നാര മോനെ, മറ്റവന്റെ പാർട്ടിയാണ് പാർട്ടിയുടെ തന്തയാണെന്ന് ഞാൻ നോക്കില്ല, എല്ലാവരെയും പിടിച്ച് അകത്തിടും കേടാ പുന്നാര മക്കളെ. പുറത്തേക്ക് വന്ന അവരേക്കാൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഏതൊരാളുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചു വിലക്കുന്നവനെ, ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്നവനെ കാണെ ഞെട്ടിപ്പകച്ചുകൊണ്ട് ബെഞ്ചിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു വേണിയും അഞ്ജനയും. ഹർഷന്റെ ആ ഒരു അലർച്ചയിൽ തന്നെ ഭയന്നാണോ എന്തോ ബഹളം വെച്ചവരൊന്ന് അടങ്ങുകയും പതിയെ പുറത്തേക്ക് നടക്കുകയും ചെയ്തു. അവരുടെ കൂടെ തന്നെ 1-2 പോലീസുകാർ കൂടെ പോയിരുന്നു. നെറ്റിയിലെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി മുഷ്ടിയുരുട്ടി നിന്നവൻ അതേ ദേഷ്യത്തിൽ തന്നെ ക്യാബിലേക്ക് കയറാൻ തുടങ്ങിയവയാണ് അവന്റെ കണ്ണുകളിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന 2 പെൺകുട്ടികളും ചെന്ന് പെട്ടത്. ഹർഷന്റെ കണ്ണുകളൊന്ന് പിടഞ്ഞുപോയി. അവൻ അവിശ്വസനീയതയോടെ അവരുടെ നേർക്ക് തിരിഞ്ഞു. വേണി തന്നെയാണ് മുമ്പിലെന്ന് ഉറപ്പായതും അവനിലെ ദേഷ്യവും രോഷവും അയഞ്ഞു. ഞൊടിയിടയിൽ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൻ അവർക്ക് നേരെ നടന്നു വന്നു. വേണി അഞ്ജനയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. അവനെ നോക്കാൻ ഭയന്നു, എന്നാൽ കണ്ണുകൾ മാറ്റുക പോലും ചെയ്യാതെ വിറച്ച് നിൽക്കുന്നവൾക്ക് മുമ്പിൽ നെഞ്ചിൽ കൈകൾ പിണച്ചുകൊണ്ട് വന്നു നിന്നു ഹർഷൻ. സാറിനെ കാണാമെന്ന സാറിന്റെ പരിചയക്കാരാണെന്ന് പറഞ്ഞു. പുറകിൽ നിന്ന് ആ ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ അഞ്ജനയുടെ കയ്യിലെ പിടുത്ത് ഒന്നുകൂടി മുറുക്കി വേണി. ഹർഷൻ അത് കേട്ടെങ്കിൽ ഒന്നും പറയാതെ അവൾ തന്നെ കൂർപ്പിച്ച് നോക്കുകയാണ്. നോട്ട് അവളിൽ നിന്ന് മാറ്റി അഞ്ജനയിലേക്ക് എത്തിയപ്പോൾ അവൾ ഒരു പരിങ്ങിയ ചിരിയിരിച്ചു. വന്നപ്പോൾ ഉണ്ടായ ആവേശമൊക്കെ ഈ സമയം കൊണ്ട് തന്നെ ചോർന്നു പോയിരുന്നു. അവൻ ഇത്രയും ദേഷ്യപ്പെടുന്ന ഒരാളെന്ന് അവൾ മാത്രമല്ല വേണി പോലും കരുതിയിട്ടില്ല. എന്താ രണ്ടുപേരും കൂടെ, എന്താ കാര്യം? അവൻ ഒരുപാട് വളച്ചേട്ടാ നേരെ ചോദിച്ചു. ഗൗരവം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോഴേ വേണി അഞ്ജനയാണ് നോക്കിയത്. അഞ്ജന പക്ഷെ ഒരക്ഷരം മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ കൂട്ടുകാരിയെ നോക്കുന്നവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ഒന്നുകൂടെ കൂർത്തു. വേണി, ക്യാബിലേക്ക് വാ. വേണി മാത്രം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു. വേണി പക്ഷെ ഒരു ഞെട്ടലോടെ അഞ്ജനയെ നോക്കി. എനിക്ക് പേടിയാവുന്നു, അവൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. കുട്ടി ചെല്ല്, തിരക്കുള്ളതാ. ലേഡി കോൺസ്റ്റബിൾ കൂടെ പറഞ്ഞപ്പോൾ വേണിക്ക് കയ്യും കാലും വിറച്ചു. നീ ചെല്ലടി, പേടിക്കണ്ട, നേരെ ചെന്ന് കാര്യം പറഞ്ഞാൽ മതി. പേടിക്കണ്ട കേട്ടോ, ആൾ വഴക്കൊന്നും പറയില്ല. ചെല്ലി. അഞ്ജന അവളുടെ ചുമലിൽ തട്ടി ധൈര്യം പകർന്നു. വേണി ദയനീയതയോടെ അവളെ നോക്കി ക്യാബിനിലേക്ക് കയറി. അഞ്ജന ഒരു നിശ്വാസത്തോടെ ആകുലതയോടെ തന്നെ ആ ബെഞ്ചിലേക്ക് ഇരുന്നു. തന്റെ റിവോൾവിംഗ് ചെയറിൽ ക്യാബിൻ ഡോർ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ മുഖത്ത് അത്ര നേരം ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം പാടെ മാറിയിരുന്നു. കണ്ണിലും ചുണ്ടിലുമെല്ലാം ഒരു കള്ളത്തരവും ചെറുചിരിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നവളെ കണ്ടതും അവന്റെ മുഖം ഗൗരവഭാവം കൊണ്ടു. വേണിമല ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന് മുന്നിലേക്ക് വന്നു നിന്നു. ഇരിക്കും. ഹർഷൻ ടേബിളിന് മുമ്പിലെ ചെയർ ചൂണ്ടിക്കാണിച്ചു. വേണി ഒരു വിറയലോടെ അവിടേക്ക് ഇരുന്നു. അവന്റെ മുഖത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഗൗരവം കാണെ അവൾക്ക് പേടി തോന്നി. മുഖം കുനിച്ച് അങ്ങനെയായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്ന്? അവൻ ചോദിച്ചു. കൂടെ അവളോട്ടാകൊന്ന് നോക്കുകയും ചെയ്തു. ഒരു യെല്ലോ കളർ ചുരിദാറാണ് വേഷം. ആ നിറം അവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുമുണ്ട്. നെറ്റിയിൽ എന്നത്തെയും പോലെ ചെറിയ കറുത്ത പൊട്ട്, കണ്ണെഴുതിയിട്ടില്ല. മുടി മെടഞ്ഞ് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ വിരൽ പൊട്ടിക്കുന്നവളോട് അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. താനെന്തിനാ ഇവിടേക്ക് വന്നതെന്നാ ചോദിച്ചത്? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അതോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണോ? താനൊന്നും മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കാം. അയ്യോ വേണ്ട, അച്ഛനെ വിളിക്കണ്ട, ഞാൻ ഹർഷൻ ചേട്ടനെ കാണാൻ വന്ന സംസാരിക്കാൻ. അവൻ പറയുന്ന കേട്ടപ്പോൾ വേണി ടെൻഷനോടെ മുഖം ഉയർത്തി. അവൻ നെറ്റി വിളിച്ചു. അത് പിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ.
അപ്പം അതിൻ്റെ മറുപടി അറിയാൻ ഹർഷൻ ചേട്ടൻ എന്നോട് തിരിച്ചു ഇഷ്ടമുണ്ടോന്ന്. വേണി മടിയോടെയും ആശങ്കയോടെയും വിക്കി കാര്യം പറഞ്ഞു. ഹർഷൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. വേണി ആവട്ടെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖം കുനിച്ചിരുന്നു. 1-2 നിമിഷം കഴിഞ്ഞും അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. തന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവനെ കണ്ടപ്പോൾ അവൾ മെടയിറക്കി കണ്ണുകൾ താഴ്ത്തി തന്നെ ഇരുന്നു. ഹർഷൻ പതിയെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. നടന്നു വന്ന് അവൾ ഇരിക്കുന്നതിനോട് ചേർന്ന് ടേബിളിലേക്ക് ചാരിയിരുന്നു. വേണി മുഖമുയർത്തിയതേയില്ല. പ്രപ്പോസ് ചെയ്തപ്പോണ്ടായിരുന്ന ധൈര്യമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്തുപറ്റി? അവൻ പറയുന്നേട്ട് അങ്ങനെയായിരുന്നു വേണി. ഇപ്പൊ അവന്റെ സ്വരത്തിൽ വലിയ ഗൗരവമൊന്നുമില്ലെന്ന് തോന്നി അവൾക്ക്. വേണിയെ മാരി ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്ന് അങ്ങളിലൂടെ ഞാൻ പറഞ്ഞാണല്ലോ. അച്ഛൻ പറഞ്ഞില്ലേ തന്നോട്? ഹർഷൻ ആ പറഞ്ഞു കേട്ടപ്പോൾ വേണി ഒരു ഞെട്ടിലോടെ മുഖമുയർത്തി. അവിശ്വസനീയതയും ആശ്ചര്യവും നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ ഹർഷന് വല്ലാത്തൊരു അതിശയവും കൗതുകവും തോന്നിപ്പോയി. അറിഞ്ഞില്ലേ താൻ? അവൻ സ്വരം അല്പം കൂടി മയപ്പെടുത്തി ചോദിച്ചു. വേണിയിൽ നിന്ന് വിലങ്ങനെ തലയാട്ടി. പിന്നെ പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഹർഷൻ അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തി. പിന്നെ അല്പം കുനിഞ്ഞ് മുന്നിൽ പിടച്ച് നിൽക്കുന്നവളെ നോക്കി ഇളം ചിരിയോടെ പറഞ്ഞു, വേണിയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അച്ഛനോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ പഠിത്തം കഴിഞ്ഞ് ജോലിക്കായിട്ട് കല്യാണം കഴിക്കാം. അതുപോലെ. വേണിക്ക് അവന്റെ തുറന്നു പറച്ചിൽ നൽകിയ സന്തോഷവും നാണവും ഹൃദയം കുതിച്ചുയരും പോലെ. കണ്ണു മുറുക്കിയടച്ച് തുറന്ന് വേണി. ചുണ്ടിലെ പുഞ്ചിരി അടക്കാനാവാതെ, കവിളിൽ ചുവന്നു തുടുക്കുന്ന നാണം അടക്കാനാവാതെ വെപ്രാളപ്പെടുന്നവൾ. ഹർഷന് പിന്നെയും കൗതുകമായി അവൾ. ഞാൻ ഹർഷൻ ചേട്ടനൊരു ഉമ്മ വെച്ചോട്ടെ? കിതപ്പ് നിറഞ്ഞ പോലെയുള്ള അവളുടെ ശബ്ദത്തിൽ അവന്റെ കണ്ണ് മിഴിഞ്ഞുപോയൊരു നിമിഷം. ആശ്ചര്യം നിറഞ്ഞൊരു ചോദ്യത്തോടെ അവൻ അവളിൽ നിന്ന് ഉയരും മുമ്പേ വേണിയുടെ കൈകൾ അവനെ പിടിച്ചു വെച്ചിരുന്നു. തണുപ്പോ ചൂടോ പൊതിഞ്ഞൊരു പൂ പോലൊരു സ്പർശനം ഇടത് കവിളിൽ അറിഞ്ഞവൻ. ഞെട്ടിൽ നിന്ന് മുക്തനാവും മുമ്പേ വേണി അവനെ തള്ളി മാറ്റി ക്യാബിനിൽ നിന്നും പാഞ്ഞിരുന്നു. നഖം കടിച്ച് ക്യാബിൻ ഡോറിലേക്ക് നോക്കി ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു അഞ്ജന. ഡോർ തുറന്ന് ആകശു എന്ന് വെപ്രാളത്തോടെ ഇറങ്ങി വരുന്നവളെ കണ്ടതും അഞ്ജന ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. അവൾ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ശ്രമിക്കും മുമ്പേ വേണി അവളെ കയ്യിൽ പിടിച്ച് ധൃതിയോടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നു. എന്താടാ അയാൾ വഴക്ക് പറഞ്ഞു? വേണി എന്താ ഉണ്ടായി? ഓടുകയാണോ നടക്കുകയാണോ എന്നറിയാത്തവണ്ണം തന്നെ വലിച്ചുകൊണ്ട് പോകുന്നവൾ നോക്കി അഞ്ജന ചോദിച്ചു. വേണി പക്ഷേ ഒന്നും മിണ്ടിയില്ല. അവൾ ഇപ്പോഴൊരു സ്വർണ്ണത്തേരിൽ ആകാശത്തിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. സ്കൂട്ടിയുടെ അടുത്തെത്തിയപ്പോൾ അഞ്ജന അവളെ ബലമായി പിടിച്ചു നിർത്തി. വേണി, അവൾ പിടിച്ചു വിളിച്ചു. ഹർഷൻ ചേട്ടൻ എന്നെ ഇഷ്ടമാണ്. കല്യാണത്തിന് സമ്മതിച്ചു ഹർഷൻ ചേട്ടൻ എന്നോട് പറഞ്ഞു. വേണി ഒരു ഉന്മാദത്തോടെ പൊടുന്നതിന് അഞ്ജനയോട് പറഞ്ഞപ്പോൾ അഞ്ജനയ്ക്കും ആകെ ആശ്ചര്യവും അതിനേക്കാൾ സന്തോഷവുമായി. സത്യാണോ? ഈശ്വരാ! അഞ്ജന നിന്നിടത്തു നിന്ന് ഉയർന്നിയാടി മുഷ്ടിരുട്ടി ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെ വേണിയെ മുറിക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു. സന്തോഷായി മോളെ, എനിക്ക് സമാധാനായി. പെരുവിരലിൽ നിന്നും കാതിൻ തുമ്പോളം വരെ അനുഭവപ്പെട്ട ഒരു രോമാഞ്ചം. ഹർഷന്റെ കാതിൻ തുമ്പും മൂക്കും കവിളും ചുവന്നുപോയി. ഞെട്ടൽ മാറി ബോധം വന്നപ്പോഴേക്കും വേണി ഡോറിന്ന് പോയി കഴിഞ്ഞിരുന്നു. അവനൊരു കുതിപ്പോടെ ഗ്ലാസ് വിൻഡോയുടെ അടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി. അവിടുന്ന് അവന് കാണായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന 2 പെൺകുട്ടികളെയും. അപ്പുറത്ത് ആരൊക്കെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ടാളൊന്നും അറിയുന്നില്ല. അവനൊരു പുഞ്ചിരിയോട് അപ്പോഴും വിട്ടുമാറാത്ത അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയിൽ കയറി സ്റ്റേഷന് നേർക്കൊന്ന് നോക്കിയ ശേഷമാണ് വേണി വണ്ടിയെടുത്ത്. അവൻ കവിളിലും തൊട്ടു നോക്കി. അവിടെ ഇപ്പോഴും ആ ചുംബനം ബാക്കി വെച്ച എന്തോ അവനറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അഞ്ജന വേണിയെ നോക്കി താളിൽ കൈവച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നേരെ ടൗണിലെ കൂൾ ബാറിലേക്കാണ് രണ്ടുപേരും പോയത്. അവിടെ ചെന്നിരുന്ന ലൈമിനും മുട്ടപ്പപ്സിനും ഓർഡർ കൊടുത്ത ശേഷമാണ് വേണി അഞ്ജനയോട് ക്യാബിനുള്ളിൽ നടന്നൊക്കെ വിശദമായി പറഞ്ഞത്. ഹർഷനെ ഉമ്മച്ചടക്കെല്ലാം പറഞ്ഞ് വേണി. അത് കേട്ടപ്പോൾ അഞ്ജനയുടെ കണ്ണ് രണ്ടും മിഴിഞ്ഞു വന്നു. അവൾ മുന്നിൽ നാണവും സന്തോഷവും ഒക്കെ കലർന്നൊരു ഭാവത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നവളെ വിശ്വസിക്കാനാവാതെ നോക്കി. എനിക്ക് പേടിയാണ്, ഞാൻ പറയില്ല, ഞാൻ പോവില്ല, എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഉമ്മയെ വെച്ച് വന്നേക്കുന്നുണ്ടില്ലേ? അല്ല കുഞ്ഞെ, എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. അങ്ങനോട് സംസാരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് ഓരോ തവണയും കരഞ്ഞും പിഴിഞ്ഞിരുന്നിട്ട് അങ്ങനെ മുന്നിലെത്തുമ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഈ ധൈര്യം? അന്ന് 1000 തവണ ഞാൻ പറഞ്ഞു കല്യാണം ഉറപ്പിക്കും മുമ്പ് മനസ്സിലുള്ള തുറന്നു പറയാൻ. അപ്പം പറ്റില്ല. എന്നിട്ട് കല്യാണം മുടങ്ങി ഒന്ന് ഷോക്ക് അടിച്ച മനുഷ്യനോട് അന്ന് രാത്രി എന്നെ പ്രപ്പോസ് ചെയ്യാൻ അവൾക്കൊരു മടിയില്ലായിരുന്നു. അതും പോട്ടെ, ഇത് നീ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയിരുന്നു. ഞാൻ വലിച്ചോണ്ട് വന്നുകൊണ്ടല്ലേ വന്ന്. എന്നിട്ട് ഒറ്റ കിട്ടിയപ്പോൾ ഉമ്മ വെച്ചിരിക്കുന്നു. അപ്പം ധൈര്യത്തിനൊരു കുറവില്ലായിരുന്നല്ലേ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇതുപോലൊന്നും ഞാൻ എൻ്റെ ജന്മത്തിൽ വേറെ കണ്ടിട്ടില്ല. അഞ്ജന ഞൊടിഞ്ഞ് പറഞ്ഞപ്പോൾ വേണി പുളിങ്ങി നിന്ന പോലെ ചിരിയുമായി മിണ്ടാതിരുന്നു. ആലോചിക്കുമ്പോൾ സത്യം തന്നെയാണ് അവൾ പറയുന്നത്. എത്ര ധൈര്യമില്ലെന്നും പേടിയാണെന്നും പറഞ്ഞാലും ഹർഷൻ ചേട്ടന്റെ മുമ്പിലെത്തുമ്പോൾ താൻ മറ്റാരോയും മാറുന്നുണ്ടെന്ന് തനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞല്ലോ എല്ലാം. സമാധാനം എനിക്ക്. ഇനി നിന്റെ കാര്യം ഓർത്തിന് ടെൻഷനാവണ്ടല്ലോ. അഞ്ജന ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ചെയറിലേക്ക് ആഞ്ഞിരുന്നു. പിന്നെ എപ്പോഴോ മുന്നിൽ കൊണ്ടുവച്ച ലൈം ജ്യൂസ് കയ്യിലെടുത്ത് 2 ഇറക്കി കുടിച്ചു. നിന്റെ ഹർഷൻ ചേട്ടൻ ഇപ്പൊ ആ കിളി പോയി നിൽപ്പുണ്ടാവും. ചെളുവിലൊരു ഉമ്മയിലേക്ക് ഇട്ടിരിക്കുന്നത്.
പെട്ടെന്ന് അർഷൻ ഓർത്തവൾ ചിരിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണിയെന്ന് ഓർത്തു അവന്റെ മുഖം. തന്റെ ഒരു ഉമ്മയിൽ സ്റ്റക്കായി പോയവനെ ഓർത്തപ്പോൾ അവൾക്കുള്ളിലും ചിരി പൊട്ടി. ഓ, എന്നാലും എന്തൊരു മനുഷ്യരാ. നിശ്ചയം കഴിഞ്ഞൊരു ദിവസം തയ്ഞ്ഞില്ല, അതിനു മുമ്പേ തന്നെ ഒരു കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കുക. അത് എന്തൊരു നല്ല ചെക്കനാ. രാധികയും നല്ലൊരു സ്വഭാവ. പറഞ്ഞിട്ടെന്താ, ആ പെണ്ണിന് യോഗമില്ല. മീനമ്മ ചേർത്തി പഴംപൊരിക്കുള്ള മാവ് കൂട്ടുന്നതിനിടയിലാണ് സന്ധ്യയോട് പറയുന്നത്. SCയേക്കാൾ നല്ലത് MLAയുടെ അനന്തവനാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചേർത്തി. അതും പോരാൻ അവർ തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നല്ലോ. സന്ധ്യ ഇളയുടെ ഭാഗമായതൊരു തട്ടിലേക്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ആ, എന്തായാലും ഇങ്ങനെ അങ്ങ് പോയത് നന്നായി. അല്ലേ പിന്നെ ഇവിടുത്തെ വേണിയെപ്പോലെ ഓരോ അനുഭവവും വേദനയും കൂടെ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇതിങ്ങനെ അവസാനിച്ചതാ. ഒരുപാട് അടുക്കേണ്ടിയൊന്നും വന്നില്ലല്ലോ. ആ കുട്ടിക്ക് ഇതിലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. മീനമ്മ ചേർത്തി മനസ്സിൽ തോന്നിയത് അങ്ങനെ അങ്ങ് പറഞ്ഞു. സന്ധ്യ ഒരു നിമിഷം ഒന്ന് പിടഞ്ഞെങ്കിലും പിന്നെ അത് കാര്യമാക്കാതെ പണികൾ തുടർന്നു. ഹർഷന്റെ വിവാഹം മുടങ്ങിയത് ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. രാധിക തന്നെയാണ് മീനമ്മ ചേർത്തിയോടും പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമുണ്ടാവുന്ന രീതിയാണ് അവരത് ആരിൽ നിന്ന് ഒളിച്ചു വെക്കാതിരുന്നത്. മീനമ്മ ചേർത്തി പോയി കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കി നിൽക്കുകയാണ് അടുക്കളവാതിലൂടെ രാധിക കയറി വന്ന്. പണി കഴിഞ്ഞില്ലേ സന്ധ്യയെ? രാധിക ഒരു ചിരിയോടെ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. കഴിഞ്ഞ്, ഇവിടെ തുടക്കാൻ കൂടിയേ ഉള്ളൂ. സന്ധ്യ അവരെ കണ്ടപ്പോൾ മടിയൊന്നും കാണിക്കാതെ ചിരിയോടെ പറഞ്ഞു. മീനമ്മ ചേർത്തി പോയി കഴിഞ്ഞ് വരാമെന്ന് കരുതി. കുട്ടികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ. ഹർഷം പറഞ്ഞിരുന്നു ഷാജിയോട് സംസാരിച്ചു എന്ന്. പക്ഷെ അതുപോരല്ലോ, നമ്മൾക്കും കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ. അതാ പിന്നെ ഞാൻ വൈകാ ഇന്ന് തന്നെ പോന്ന്. ഷാജി വന്നില്ലാലോ? രാധിക ഒരു സ്റ്റൂളിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, വരാനായി. ഞങ്ങൾ ഇന്നോ നാളെ അങ്ങോട്ടേക്ക് വരണമെന്ന് കരുതിയിരിക്കുന്നതായിരുന്നു. സന്ധ്യയും ക്ലീനിങ് കഴിഞ്ഞ് അവിടെ അടുത്തേക്ക് ഇരുന്നു. പിന്നെ രണ്ടുപേരും ഹർഷന്റെയും വേണിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഷാജി വരുന്നവരെയും അവരുടെ വർത്തമാനം നീണ്ടു. ഷാജി വന്നപ്പോൾ ഷാജിയോടും വേണിയെ മരുമകളാക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞു രാധിക. വേണിക്ക് ജോലിക്കായിട്ട് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. അതുവരെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും അവർക്കൊരു സമയമാവുമല്ലോ. അതുവരെ ഈ കാര്യവും നമുക്കിടയിൽ തന്നെ ഇരിക്കട്ടെ, അതല്ലേ നല്ലത്. മുന്നിലിരിക്കുന്ന ഷാജിയോട് തന്റെ അഭിപ്രായം പറഞ്ഞു രാധിക. ഷാജി ചെറിയരിയോടെ സന്ധ്യയെ നോക്കി പറഞ്ഞു തുടങ്ങി. ഞങ്ങൾക്കും അതിനെ അഭിപ്രായം. കല്യാണത്തിന് മുമ്പ് അവൾക്കൊരു ജോലി ആവട്ടെ. പിന്നെ കല്യാണക്കാർ ഇപ്പം തന്നെ എല്ലാവരെയും അറിയിക്കുന്നതിൽ താല്പര്യമില്ല. എല്ലാവർക്കും പിന്നെ ഇല്ലാത്തവരൊന്നും പറഞ്ഞുണ്ടാക്കാനായിരിക്കും പണി. അതെന്തായാലും വേണ്ട. സമയമാകുമ്പോൾ നമുക്ക് എല്ലാവരെയും അറിയിക്കാം. അതിനി ബന്ധുക്കളായാലും ശരി. ഇപ്പോഴീ കാര്യം ഞങ്ങൾ ആരോടും പറയുന്നില്ല. ഷാജി തന്നെ മനസ്സിലുള്ള പറഞ്ഞു. പിന്നെയും കുറച്ച് നേരം കൂടി സംസാരിച്ച് വളരെയധികം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഷാജി ഹോട്ടലിലേക്ക് തന്നെ യാത്ര പറഞ്ഞിറങ്ങി. രാധികയും സന്ധ്യയും അവരുടെ സംസാരം തുടരുകയും ചെയ്തു. വേണി സ്കൂട്ടി ഒതുക്കി ഉമ്മറത്തേക്ക് കയറിയപ്പോഴേക്കും രാധികയും സന്ധ്യയും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ രാധികയെ കണ്ടവളൊന്ന് പരിങ്ങി. ചമ്മലവും നാണവും നിറഞ്ഞ ചിരിയോടെ അവൾ അവരെ നോക്കി മടിച്ചു നിന്നു. വന്നല്ലോ, ഇത് എത്ര നേരമായി കുട്ടി കാത്തിരിക്കണു. ഇന്നെന്താ ഇത്ര നേരം വൈകിയേ? സന്ധ്യ വന്നത് അവളാണെന്നറിഞ്ഞ് കണ്ണുരുട്ടി. നീ ഇനി അവളുടെ മെക്കിട്ട് കയറണ്ട. അവളിപ്പോ നിന്റെ മകള് മാത്രല്ല, എന്റെ ഭാവി മരുമകൾ കൂടിയാ, അല്ലേ വേണി? ഒരു കള്ളച്ചിരിയോടെ രാധിക വേണി നോക്കി. വേണിയുടെ മുഖം ഒരേ സമയം വിടരുകയും ചുവക്കുകയും ചെയ്തു. ഈ ആന്റി കളിയാക്കാതെ. അവളൊന്ന് ചിണുങ്ങി. രാധിക ഒരുപാട് ഇഷ്ടത്തോടെ അവളെ ചേർത്തു പിടിച്ചു. നിനക്ക് നേരത്തെ ആ ചെക്കനെ പ്രപ്പോസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ കുട്ടി. ഇതിപ്പോ വെറുതെ കുറെ ചെലവുകൾ വന്നു, കുറെ സങ്കടപ്പെടുകയും ചെയ്തു. ഇനി എന്തായാലും നീ തന്നെ മതി അവന്റെ പെണ്ണായിട്ട്. ഞങ്ങൾ എല്ലാവരും അത് ഉറപ്പിച്ചു. രാധിക പറയുന്ന കേൾക്കെ വേണി വിടർന്ന കണ്ണുകളോട് അമ്മയെ നോക്കി. സന്ധ്യയുടെ അല്പം നനപൂറിയ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ വേണിക്ക് മനസ്സിലായി അമ്മ എത്ര ഹാപ്പിയാണെന്ന്. വേണി രാധികയിലേക്ക് നിറഞ്ഞ മനസ്സോടെ ചേർന്ന് നിന്നു. ഒരു കയ്യിൽ തൂക്കുപാത്രവുമായി വേണി വലിയ ഉത്സാഹത്തോടെ രാധികയുടെ വീട്ടിലേക്ക് നടന്നു. അടച്ചിട്ടിരിക്കുന്ന ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ പോർച്ചിൽ ഹർഷന്റെ ബുള്ളറ്റ് അവൾ കണ്ടിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് ഉറപ്പായിരുന്നു ഹർഷൻ ഇന്ന് ഓഫാണെന്ന്. വേണി ഉമ്മറം വഴി അകത്തേക്ക് കയറി. ശ്യാം സോഫയിൽ മലർന്നു കിടന്ന ഒരു TV കാണുന്നുണ്ട്. ആരോ അകത്തേക്ക് കയറി വരുന്നതായി തോന്നിയപ്പോൾ ശ്യാം തലയിച്ചു നോക്കി. അമ്മേ, അമ്മയുടെ ഭാവി മരുമകൾ വന്നിരിക്കുന്നേ! ആരോ അവളെ കണ്ടത് ഉറക്കെ വിളിച്ചു പോയി. വേണിക്കതങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിലും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്താടി നോക്കുന്നേ? നിന്റെ കയ്യിലെന്താ ബർത്ത്ഡേ സ്പെഷ്യൽ ആണോ? അവളുടെ കയ്യിലുള്ള തൂക്കുപാത്രങ്ങളിൽ പെട്ടെന്ന് ശ്യാം എണീറ്റുകൊണ്ട് ചോദിച്ചു. പായസ. വേണി പറഞ്ഞു തരുമ്പോ അവൻ പാത്രം വാങ്ങി അടപ്പുറന്ന് കഴിഞ്ഞിരുന്നു. പാത്രം തുറന്നവും പരന്ന വാസനയും പാത്രം നിറച്ചുള്ള പായസവും ശ്യാം കൊതിയോടെ അതപ്പാടെ വായിലേക്ക് അമിഴ്ത്താൻ ശ്രമിച്ചു. അണ്ണാക്ക് പൊള്ളണ്ട നിന്റെ, നല്ല ചൂടുണ്ടായിന്. വേണി അത് കണ്ടതേ അവന്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിച്ചു. പിന്നെ നേരെ അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ തന്നെ ശ്യാമും. അവരുടെ അടുക്കളയിലേക്ക് കയറി പിന്നാലെ തന്നെയാണ് രാധിക പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നു. നീ ഇതെപ്പോ വന്ന്? ഇതെന്താ നിന്റെ കയ്യില്? രാധിക അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാനിപ്പോ വന്നേയുള്ളൂ ആന്റി, പായസാ. വേണി പാത്രം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാം ഒരു ബൗളെടുത്ത് വന്നിരുന്നു. പാലടയാണല്ലോ, വൈകിട്ട് അങ്ങോട്ട് വരാതിരിക്കും ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ശ്യാം അവനെടുത്ത ബൗളിൽ നിന്നൊരു സ്പൂൺ പായസം കഴിച്ചു രാധിക. ഇന്ന് സന്ധ്യയുടെ പിറന്നാളാണ്. വലിയ ആഘോഷമൊന്നും പതിവില്ലെങ്കിലും പായസമോ സദ്യയോ ഉണ്ടാക്കിയവർ വീട്ടുകാർ മാത്രമായ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ഉണ്ടാവാറുണ്ട്.
ഇന്നും ചെറിയ പായസം ഉണ്ടാക്കി വീട്ടിൽ. അപ്പോൾ തന്നെ അതിൽ നിന്നൊരു പങ്ക് രാധികക്കും മക്കൾക്കുമായി എടുത്തു വെച്ചു വീണയുടെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്തു. വൗ, അടിപൊളി! അമ്മയുടെ കയ്യിൽ നിന്ന് സ്പൂൺ വാങ്ങി അതിൽ നിന്ന് ഒരല്പം എടുത്ത് കഴിച്ചുകൊണ്ട് ശ്യാം പറഞ്ഞു. പിന്നെ അവൻ അതുമായി ലിവിംഗ് റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഹർഷിച്ചേട്ടൻ കഴിക്കില്ലേ ആന്റി? അവൻ പോയ ഉടനെ വേണി ചോദിച്ചു. ആ ചെക്കന് മധുരം വലിയ ഇഷ്ടമൊന്നുമില്ല, കഴിക്കുന്നതും കുറവാ. എന്തായാലും ഒരു ഇത്തിരി ആ ബോളിൽ എടുത്തിട്ട് നീ കൊണ്ടുപോയി കൊടുത്തു നോക്ക്, ചിലപ്പോൾ കുടിച്ചോളൂ. രാധിക പറഞ്ഞപ്പോൾ തന്നെ വേണിയുടെ കണ്ണുകൾ പൂത്തിരി കത്തിയ പോലെ തിളങ്ങിക്കൊണ്ടു. രാധിക തന്നെ ഒരു ബൗളെടുത്ത് പായസം വിളമ്പി അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. വേണി വലിയ ഉത്സാഹത്തോടെ അത് വാങ്ങി അവരെ നോക്കി ചിരിച്ചു. മകളിലുണ്ടാവും, ചെല്ല്. രാധികയും ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് അർഷന്റെ അടുത്തേക്ക് നടന്നു. മുകളിൽ അർഷന്റെ റൂമിന് മുമ്പിലെത്തിയതും അവൾ ഒരു വിറയലോടെ നിന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഉമ്മയും നൽകി പോകുന്നതാണ്. അതിനുശേഷം അവനെ നേർക്കുനേർ കണ്ടിട്ടില്ല. ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമ്മറത്ത് വന്ന് നിൽക്കുകയും ഒരു നോക്ക് കാണുകയും ചെയ്യാറുണ്ട്. എങ്കിലും തിരിച്ചിങ്ങോട്ടൊരു നോട്ടം പോലും ഉണ്ടാവാറില്ല. വേണി പകുതി ചാരിയിട്ട വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് തലയിട്ടു. അവന് മുറിക്കുള്ളിൽ കാണാതെ വന്നപ്പോൾ അവൾ നെറ്റി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ അകത്തേക്ക് കയറിയ ഉടനെ തന്നെയാണ് ബാത്റൂമിൽ നിന്ന് മുഖം തുടച്ചുകൊണ്ട് ഹർഷൻ ഇറങ്ങി വന്നു. രണ്ടുപേരും ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി പോയി. അടുത്ത നിമിഷം തന്നെ ഹർഷന്റെ കണ്ണുകൾ വിടർന്നു വന്നു. അവൻ കയ്യിലെ ടവൽ ചെയറിലേക്ക് അലസമായിട്ടുകൊണ്ട് അടുത്തേക്ക് ചെന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നതിന്റെ കൗതുകത്തോടെ അവൻ ഉറ്റുനോക്കുകയാണ് വേണി. അവൻ തൊട്ടുമുന്നിലായി വന്നു നിന്നു കണ്ണുകൾ താഴ്ത്തി വേണി. പിന്നെ കയ്യിലെ പായസത്തിന്റെ ബോൾ അവന് നേർക്ക് നീട്ടി. പായസ അമ്മയുടെ പിറന്നാളായിട്ടുണ്ടാക്കിയതാ. ഈമ വിട്ടാതെയുള്ള അവന്റെ നോട്ടത്തിൽ പരിങ്ങിക്കൊണ്ട് വേണി പറഞ്ഞു. ഹർഷൻ മറ്റൊന്നും ചോദിക്കാതെ കയ്യിലേക്ക് വാങ്ങി ഒരു ഇറക്ക് കുടിച്ചു. ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല, ബാക്കി വേണി കഴിക്കുമോ? ഒരിത്തിരി കൂടി കഴിച്ച ശേഷം അവൻ ബോൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അവൻ കുടിക്കുന്ന നോക്കിന്നവൾ അവന്റെ ചോദ്യത്തിൽ കണ്ണുകൾ വിടർത്തി. ഒരു പരിങ്ങളോടെ തന്നെ അവൾ അവനിൽ നിന്നും ബോൾ വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ പായസം കുടിക്കാനും തുടങ്ങി. ഹർഷന്റെ ചുണ്ടിലൊരു ചിരി മിന്നിമാഞ്ഞു. കുടിച്ചു കഴിഞ്ഞതും വേണി പോവാതെ അവിടെ തന്നെ നിന്നു. ഹർഷനാവട്ടെ കൈ പിണച്ച് കെട്ടിക്കൊണ്ട് അവിടെ മുന്നിൽ തന്നെ അങ്ങനെ നിൽക്കുകയും ചെയ്തു. എന്തുപറ്റി, ഉമ്മ വയ്ക്കാനുള്ള പുറപ്പാടാണോ? അവൻ ചോദിച്ചപ്പോൾ വേണി ചമ്മലോടെ മുഖമുയർത്തി. ഒരാളുടെ സമ്മതമില്ലാതെ ഉമ്മ വെക്കുന്നത് ഒഫൻസാണ്, മോശമാണ്. അവൻ ഗൗരവം ഏതുമില്ലാതെയാണ് പറഞ്ഞെങ്കിലും അവൾക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഹർഷൻ ചേട്ടൻ ഞാൻ ഉമ്മാന്ന് ഇഷ്ടമായില്ലെങ്കിൽ എനിക്കെന്നെ തിരിച്ചന്നേക്ക്, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും പോവില്ല. കുറച്ച് കുറുമ്പോടെ കലർത്തിക്കൊണ്ട് അവളത് പറയേ. ഹർഷൻ ആദ്യം നോക്കിയത് ഡോറിന് നേർക്കാണ്. അവൻ മറുപടി നൽകാതെ ചെന്ന് തുറന്നിട്ടിരിക്കുന്ന ഡോർ അടച്ചു വന്നു. ഈശ്വര, ഇതെന്തിനായിരിക്കും ഡോറടിച്ച്? ഇനി ശരിക്കും ഉമ്മ വെക്കാൻ പോവാണോ അതോ വേറെ വല്ലതും? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.